എടാ മണിയേ, ഓ ഇപ്പൊ ഈ റീ റിലീസിന്റെ കാലമല്ലേ? ആ. ആ, ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഥ ഈ കാലത്ത് വീണ്ടും നമ്മൾ പുനർനിർമ്മിക്കാൻ പോവുകയാ. എടാ മണി, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? അച്ഛാ, ആ പാറുള്ളപ്പോ അവന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങാൻ വലിയ പ്രയാസമായിരിക്കും. അവനെ ആ ഗിരി എന്ന് പറയുന്നവനെ ഒറ്റയ്ക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ എന്റെ പ്ലാൻ വർക്കൗട്ട് ആവൂ. എടാവേ, അവനെ ഒറ്റയ്ക്ക് കിട്ടാൻ നീ അവന്റെ കടയിൽ പോയാ പോലെ. അവൻ അവിടെ ഒറ്റയ്ക്കല്ലേ കാണൂ. ആ അച്ഛാ, ആ ആ സോമു അവൻ എപ്പോഴും അവിടെ ഉണ്ടാവില്ലേ? എന്റെ പൊന്നച്ഛ, അങ്ങനെ പലചരക്ക് കടയിലും റോഡ് സൈഡിലൊക്കെ വെച്ച് ഒപ്പിടാൻ പറഞ്ഞ് അവന് സംശയം തോന്നും. അങ്ങനെ ഉണ്ടായ ഈ പ്ലാൻ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. വ്യക്തമായ ഒരു കാരണം വേണം. ദേ, വലിയൊരു ഡ്രാമ കളിച്ചാലേ ഇതൊക്കെ നടക്കൂ. ആ ഗിരി ഒപ്പിട്ട് തരുകയും വേണം, പാറു ഇതൊട്ടറിയാനും പാടില്ല. ആ. ആ, അതിനുള്ള വഴിയെ നമ്മൾ ആലോചിക്കേണ്ടത്. അച്ഛാ, സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞ ഡേറ്റിങ്ങിന് അടുത്തടുത്ത് വരുവാണ്. വേഗം അവന്റെ ഒപ്പ് വാങ്ങി ഈ പേപ്പർ കൈമാറിയില്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ട കോടികളൊക്കെ വെറും സ്വപ്നങ്ങളായിട്ട് തന്നെ മാറും. ഹാ. വെറും സ്വപ്നങ്ങൾ. ആ, അതുകൊണ്ടേ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ആ. ആ. ശ്ശേ. ശ്ശേ. എന്താ മുതലാളി ഒരു ടെൻഷൻ? എടാ, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലെന്നേ. എല്ലാം ശരിയാവുന്ന കരുതി ഓരോന്ന് ചെയ്യുമ്പോഴേ അവസാനം അത് എനിക്ക് തന്നെ തിരിച്ചടിയാവുകയാ. ആ സ്ഥലത്തിന്റെ കാര്യമാണോ മുതലാളി പറയുന്നത്? ഗിരി ഇന്നും പേപ്പറിൽ ഒപ്പിട്ടില്ലല്ലേ? അതെ, അതായിപ്പോ എന്റെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. എടാ, ഇനിയും താമസിച്ച കോൺട്രാക്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഓ, എത്ര കോടി രൂപയാ കൺമുന്റെ കൂടി പോകുന്നത്. മുതലാളി നഗലം കുഞ്ഞും കൂട്ടി നല്ലോണം ആലോചിക്ക്. എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു കിട്ടാതിരിക്കില്ല. ഇതുപോലെ അല്ലെങ്കിലും ഇതിനേക്കാൾ എത്രയോ വലിയ പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുള്ളതാ. പിന്നെയാണോ ആ ചെറുക്കനെ കൊണ്ട് ഒരു ഒപ്പിടിക്കുന്നത്? മുതലാളി ഇരുത്തി ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. ഒരു വഴിയുണ്ട്. അല്ല, നേരത്തെ എനിക്ക് തോന്നിയതാ. ഒരു വഴിയില്ലെങ്കിൽ എടുത്തങ്ങോട്ട് പ്രയോഗിക്കാന്ന് കരുതിയിരുന്നതാ. എന്നാ പിന്നെ എടുത്ത് പ്രയോഗിക്കണം മുതലാളി. എല്ലാ വഴികളും പരാജയ സ്ഥിതിക്ക് ആ ബ്രഹ്മാസ്ത്രം തന്നെ എടുത്ത് പ്രയോഗിക്ക്. അല്ല, എന്താ മുതലാളി പരിപാടി? അത് പറഞ്ഞില്ല. എടാ, അവന്റെ ഒരു ഒപ്പ്, അതിന് കോടികളുടെ വിലയുണ്ട്. ആ ഒപ്പ് കിട്ടണമെങ്കിലേ നിസ്സാര കളിയൊന്നും പോരാ. അവൻ എന്റെ കാൽക്കൽ വരണം. ആദ്യം അവനെ തകർക്കണം, മാനസികമായിട്ട് തന്നെ തകർക്കണം. എടാ മണിയേ, ഓ ഇപ്പൊ ഈ റീ റിലീസിന്റെ കാലമല്ലേ? ആ. ആ, ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഥ ഈ കാലത്ത് വീണ്ടും നമ്മൾ പുനർനിർമ്മിക്കാൻ പോവുകയാ. എടാ മണി, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ഇല്ല അല്ലേ? ഇല്ല. എടാ, പണ്ട്, വളരെ പണ്ടൊരു യുവതി ക്ഷേത്രത്തിലെ തിരുവാഭരണവുമായിട്ട് പൂജാരിക്കൊപ്പം നാട് വിട്ടൊരു കഥ മണിക്കറിയില്ലേ? മുതലാളി പറഞ്ഞു വരുന്നത്? ആ, അതെ, അവളെ കുറിച്ച് തന്നെയാ. ആ, ഗിരിയുടെ അമ്മ ഗംഗയെ കുറിച്ച്.
അവന്റെ തള്ളയുടെ അശ്ലീല ചരിത്രം നാട്ടുകാരൊക്കെ പറഞ്ഞു ഓർത്തും ഏതാണ്ടൊക്കെ ഇപ്പൊ മറന്ന മാതിരിയാ. ആ കഥ അങ്ങനെ അങ്ങ് മറവിക്ക് വിട്ടുകൊടുക്കാതെ നമ്മളെല്ലാരെയും അങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ നാട്ടുകാരും മുഴുവനും വീണ്ടും വീണ്ടും സംസാരിക്കണം. ഈ ദേശത്തെ ചായക്കടകളിലും ജോലി സ്ഥലങ്ങളിലും അങ്ങനെ 4 ആള് കൂടുന്നിടത്തൊക്കെ ഗിരിയുടെ അമ്മയുടെ പഴയ കഥ വീണ്ടും പാട്ടാകണം. ആ കാര്യം എടാ, അത് നീ ഏറ്റെടുക്കണം. ഓ നമ്മളാണ് അത് കുത്തിപ്പൊക്കുന്നതെന്ന് നാട്ടുകാരും അറിയാൻ പാടില്ല. അല്ല, ഇത് ഞാനും നീ മാത്രം അറിയേണ്ട കാര്യമാ. ഓ മനസ്സിലായോ ഞാൻ പറഞ്ഞ കാര്യം? ഓ മനസ്സിലായി. പക്ഷേ ഇത് പറഞ്ഞ് ചർച്ചയാകുമ്പോ ആളുകൾക്ക് ചിലപ്പോൾ സത്യം മനസ്സിലായാലോ? അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്നും ഇതൊക്കെ കള്ളമാണെന്നും. എടാ, സത്യം ചെരിപ്പിടുമ്പോഴേക്കും അസത്യം 4 തവണ നാടു ചുറ്റി വന്നിരിക്കണം. ഉം. ഗംഗ അവളിപ്പോ വലിയ ആർഭാടത്തിൽ ജീവിക്കല്ലേ, കൊട്ടാരത്തില്. അവളുടെ ആ സൗഭാഗ്യത്തിന്റെ കാരണവും ഈ ഞാനാ. പടനിലത്ത് പത്മനാഭൻ. എന്തു പറ്റി? എന്തോ ഒരു തളർച്ച പോലെ. ഞാൻ വാർഡനെ അറിയിക്കട്ടെ?